ഇറാനെ കുറിച്ചുള്ള ട്രംപിന്റെ നിലപാട് ഇപ്പോൾ മാറി മറിയുന്നതായിട്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ തന്നെ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ളവർ പറഞ്ഞിരുന്നു, ഇറാനെ പിടിച്ചടക്കുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല, ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരു വമ്പൻ സൈനിക ശക്തിയുള്ള രാജ്യമാണ് എന്ന്. ഇപ്പോഴിതാ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കിടയിൽ ട്രംപ് പറഞ്ഞിരുന്നത്, ആ പ്രതിഷേധക്കാരോട് ട്രംപ് പറഞ്ഞിരുന്നത്, ഞങ്ങളുടെ സഹായം വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ പ്രതിഷേധം നിർത്തരുത് എന്നൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വരം മാറുന്നതായാണ് കാണപ്പെടുന്നത്. സഹായം വരുന്നു എന്ന് അടുത്തിടെ പ്രതിഷേധക്കാർക്ക് ഉറപ്പു നൽകിയ ട്രംപ് ഇറാനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ മൃദുവായ നിലപാട് സ്വീകരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. പ്രതിഷേധക്കാരുടെ മേൽ കർശന നടപടി, നേരത്തെയുള്ള വിചാരണ, വധശിക്ഷ എന്നിവയെക്കുറിച്ച് ടെഹ്റാൻ സൂചന നൽകുന്ന സമയത്താണ് ട്രംപിന്റെ പുതിയ അവകാശവാദം. ഇനി ട്രംപ് എന്താണ് പറഞ്ഞത് എന്ന് നോക്കുകയാണെങ്കിൽ, വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് പുതിയൊരു അവകാശവാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇറാനിൽ കൊലപാതകങ്ങൾ നിലയ്ക്കുകയാണെന്നും വിശ്വസനീയമായ സ്രോതസ്സുകൾ ഞങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ടെന്നും പ്രതിഷേധം ശമിക്കുകയാണ് എന്നുമാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. വധശിക്ഷ നടപ്പാക്കാൻ പദ്ധതികൾ ഒന്നുമില്ല. അതായത് സോൾട്ടാനി എന്ന് പറയുന്ന ഒരു യുവാവിന്റെ വധശിക്ഷ, ഇർഫാൻ സോൾട്ടാനി എന്നാണ് അയാളുടെ പേര്, അയാളുടെ വധശിക്ഷ നടപ്പിലാക്കിയാൽ ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ട്രംപ് ഇറാനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രംപ് പറയുന്നത് ആ വധശിക്ഷ നടക്കില്ല, പ്രതിഷേധങ്ങൾ ശമിക്കുന്നു, ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മെസ്സേജ് ലഭിച്ചിട്ടുണ്ട് എന്ന് ട്രംപ് പറയുന്നു. വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചതെന്ന് ട്രംപ് പറയുന്നു. എന്നിരുന്നാലും ഈ വിവരം എവിടെ നിന്ന് ലഭിച്ചുവെന്ന് ട്രംപ് വ്യക്തമാക്കിയില്ല. ഇത് സത്യമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആർക്കറിയാം എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. എന്തായാലും ഇറാനിയൻ സർക്കാരിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ പദ്ധതി ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായ ഉത്തരം നൽകാതെ ട്രംപ് പറഞ്ഞു, ഞങ്ങൾ അത് പരിശോധിച്ച് പ്രക്രിയ എന്താണെന്ന് ആദ്യം പഠിക്കട്ടെ, പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാവുന്ന ആളുകളിൽ നിന്ന് ഞങ്ങൾക്ക് വളരെ നല്ല പ്രസ്താവനയാണ് ലഭിക്കുന്നത്, അവിടെ കാര്യമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്ന രീതിയിലാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ട്രംപിന്റെ ഈ നിലപാട് മാറ്റത്തിൽ അമ്പരന്നിരിക്കുകയാണ് ഇറാനിലെ ജനത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.